ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ LDF ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ CPM ഒരു സമരം ആസൂത്രണം ചെയ്യുമ്പോൾ, ഇപ്പോൾ 2-3 ദിവസത്തേക്ക് ആ സമരം എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് മിനിറ്റ് ഡീറ്റെയിൽ വർക്ക് ചെയ്യുന്നൊരു പാർട്ടി തന്നെയാണ് CPM. ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും അക്രമാസക്തമാകും. ഇനിയൊരു സമരം അക്രമാസക്തമാകും എന്ന് വിചാരിച്ചിട്ട് പിന്നോട്ട് പോകുന്നൊരു പാർട്ടിയുമല്ല CPM. ഇപ്പോൾ മനുഷ്യച്ചങ്ങല പോലെയൊക്കെയുള്ള വളരെ ഗംഭീരമായ സമരങ്ങൾ നല്ല ഗംഭീരമായി ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള, അതിനകത്ത് പ്രാവീണ്യവും കഴിവുമുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അപ്പോൾ ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സ്ഥലമുണ്ടാകില്ലേ? അല്ലെങ്കിൽ വലിയൊരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ സമരം മാറിപ്പോവുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആശങ്കപ്പെട്ട് ഒരു സമരം എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി കളയാമെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയായി ഞാൻ CPM-നെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലാണ് ആ സമരം പിൻവലിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമ്മർദ്ദമാണ് CPM അക്കാലത്ത് അനുഭവിച്ചത് എന്നൊക്കെ വിലയിരുത്തുന്നത് തീർത്തും പ്രാഥമികമായി പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.